ചന്ദ്രസേൻ ഹിയർ. അതെ, ഇന്ന് ഈവനിങ്ങിൽ അഡ്വക്കേറ്റിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വന്നാലേ ഡോക്യുമെന്റ്സ് തയ്യാറാക്കാൻ പറ്റും. ചേച്ചി എന്താ ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? ഞാൻ ആകെ വെറിയിടാണ്. ഇന്നലെ നാഗേന്ദ്രന്റെ പോലീസ് വളവിന് ശേഷം എനിക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. ഇന്നലെ പോലീസ് വളഞ്ഞതേ ഉള്ളൂ. ഈവനിങ് 5 o'clock നിങ്ങളിവിടെ വന്നില്ലെങ്കിൽ ആ നിമിഷം നിങ്ങൾ കസ്റ്റഡിയിലായിരിക്കും. ഓർമ്മ വേണം. ഞാൻ വരാം. നിൽക്കൂ. നിങ്ങൾ അങ്ങോട്ട് പോണ്ട. എന്നെയും കുഞ്ഞിനെയും കൊന്നിട്ട് അവളെ ഇവിടെ കൊണ്ടിട്ട് താമസിപ്പിച്ചു. എല്ലാം എനിക്കറിയാം. നിങ്ങൾ സ്വത്തുക്കൾ പങ്കുവെച്ച് കൊടുത്തു. പക്ഷെ എനിക്ക് എന്റെ ഭർത്താവിനെ പങ്കുവെക്കാൻ കഴിയില്ല. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയ്ക്കല. ഇവിടെ ചങ്ങലയ്ക്കല്ലേ ഭ്രാന്ത്? വിവാഹത്തിന് ശേഷം ദേശീയാലയത്തിലും ബപ്പാട്ടിയുടെ വീട്ടിലും കയറി ഇറങ്ങുന്നവരെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ അവളെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി സ്വന്തം ഭാര്യയെ ബലിയാടാക്കുന്ന തൊലിക്കെട്ടി ഞാൻ ആദ്യമായിട്ടാണ്. നിങ്ങളെന്നെ തള്ളിയല്ലേ? എന്നെ തല്ലിയ ഈ കൈകൊണ്ട് ഒരു ജോലിക്ക് വേണ്ടി എന്റെ അച്ഛന്റെ കാല് പിടിക്കുന്നതാണ് ഞാൻ ആദ്യമായി കണ്ടത്. അന്ന് ഗുരുവായൂരപ്പന്റെ പ്രസാദവും തൊട്ട് കണ്ണുനീരൊലിപ്പിച്ച് നിന്നിരുന്നത് നിങ്ങളുടെ മുഖമൂടിയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ അച്ഛൻ അനുസരിക്കാത്തതിന്റെ ശിക്ഷയാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. എല്ലാം മറന്ന് നിങ്ങളെ വിശ്വസിച്ചതും വിവാഹം കഴിച്ചതുമാണ് എനിക്ക് പറ്റിയ തെറ്റ്. നിർത്താനാണ് പറഞ്ഞത്. എനിക്ക് നീ സംസാരിച്ചാൽ അവസാനം എന്തായിരിക്കുമെന്ന് ഞാൻ ഇപ്പോഴേ കാണുന്നുണ്ട്. ഒരു ഭാര്യ എന്ന നിലയിൽ അത് താങ്ങാനുള്ള ശക്തി എനിക്കുണ്ടായില്ലെന്ന് വരും. ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഭാര്യ അല്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അവനെ ഈ അരക്കില്ലത്തിനകത്ത് കരിമൂർഖനായി വളർത്താൻ എന്നെ കൊണ്ടാവില്ല. സരസ്വതി, സരസ്വതി, എന്ത് വേണം? സാറിനെ അന്വേഷിച്ച് ഞങ്ങൾ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു. നിങ്ങളാരാണ്? സാറിന് ഞങ്ങൾ മനസ്സിലായില്ലല്ലേ? പക്ഷേ സാറിനെ ഞങ്ങൾക്കറിയാം. എന്നെ അറിയാമോ? അതെ, സ്വർണം കയ്യിൽ കിട്ടാത്തത് കൊണ്ടല്ലേ കൽക്കട്ടയിൽ നിന്ന് സാർ ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ചന്ദ്രസേനൻ സാർ സ്വർണം തന്നയച്ചത് ഞങ്ങളുടെ കയ്യിലാണ്. ഞാൻ ഖാദർ. ഞാൻ ബാലൻ. വെരി ഗുഡ്. എനിക്ക് ആ സ്വർണം കയ്യിൽ കിട്ടുന്നതിനേക്കാൾ അത്യാവശ്യമായിരുന്നു നിങ്ങളെ കണ്ടുപിടിക്കായിരുന്നു. ഐ ആം വെരി ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് ഓർത്തുകൊണ്ട് വേണം എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ചോദിക്കാതെ തന്നെ സത്യം പറയാമെന്ന് ഞങ്ങളുടെ നേർക്ക് തോക്കെടുക്കുന്ന ആണത്തോല്ല സർ. ഞങ്ങളെ വെടിവെച്ചു കൊള്ളുന്നതാണ് ആവശ്യമെങ്കിൽ ആദ്യം അത് തന്നെ നടക്കട്ടെ. നിങ്ങൾ എന്റെ കയ്യിൽ സ്വർണം കൊണ്ട് ഏൽപ്പിച്ചെന്നല്ലേ ചന്ദ്രസേനോട് പറഞ്ഞത്? അതെ. നിങ്ങൾ എന്നെ സ്വർണം ഏൽപ്പിച്ചോ? ഇല്ല. പിന്നെന്തിനാണ് ഈ പച്ചക്കള്ളം പറഞ്ഞത്? ഞങ്ങൾ കൊന്നു എന്ന് പറയുന്ന ചന്ദ്രസേനെ ജീവനോട് കണ്ടപ്പോൾ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വന്നു. എങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ച സ്വർണം എവിടെ? ഞങ്ങൾക്കറിയില്ല. പോലീസിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ആ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനാണ് ഞങ്ങൾ ജയിൽ ചാടിയിരിക്കുന്നത്. ആട്ടെ, സാറിനിപ്പോ എന്താ വേണ്ടത്?
ഞങ്ങളുടെ ജീവനാണോ അതോ സ്വർണമാണോ? എനിക്ക് വേണ്ടത് സ്വർണമാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുന്നതുവരെ ഞങ്ങൾക്ക് രഹസ്യമായി കഴിയാൻ സാറ് സൗകര്യം ഉണ്ടാക്കി തരണം. തീർച്ചയായും. നിങ്ങൾക്ക് ആരെയെല്ലാം സംശയമുണ്ടോ അവരുടെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കാനുള്ള അറേഞ്ച്മെന്റ് ഞാൻ ഉണ്ടാക്കി തരാം. ഞങ്ങൾക്ക് ചന്ദ്രസേന സംശയമുണ്ട്, അവിടുത്തെ വേലക്കാരന് സംശയമുണ്ട്, അവിടുത്തെ ഡ്രൈവറെയും ആ ഡേയ്സിയും സംശയമുണ്ട്. പിന്നെ സാറിനെയും സംശയമുണ്ട്. നിങ്ങൾ രണ്ടുപേരും സമർത്ഥന്മാർ തന്നെ. ഐ റിയലി അപ്രീഷിയേറ്റ്. പ്ലീസ് കം. എന്നെ സ്നേഹം കൊണ്ട് മാത്രമേ തോൽപ്പിക്കാനുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കി. ചേച്ചി എനിക്കറിയാവുന്നതുകൊണ്ടല്ലേ ഞാനിപ്പോ ഇവിടെ വന്നത്. എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചിട്ടും ഞാനത് പ്രശ്നമാക്കാത്തത് ചേച്ചി ഉള്ളതുകൊണ്ടല്ലേ. ഇനി നമ്മളൊന്നാണ്. എന്റെ സ്വത്തുക്കൾ മുഴുവനും നിന്റേതാണ്. Thanks. I'm happy. I'm very, very happy. I love you. I love you so ചന്ദ്രസേന എവിടെ? മുതലാളി ഇന്നലെ പോയതാ.